എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എഡ്ജ്ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച് ഇരട്ട സെഞ്ചുറി നേടി ചരിത്രം കുറിക്കുകയായിരുന്നു. വെറുമൊരു ഡബിൾ സെഞ്ചുറി മാത്രമല്ലത്, നായകൻ എന്ന നിലയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുക മാത്രമല്ല, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ റെക്കോർഡുകളും ഗിൽ തന്റെ തകർപ്പൻ പ്രകടനത്തിലൂടെ തിരുത്തിക്കുറിച്ചു. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സിന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ രണ്ടാം ദിവസവും കളം നിറഞ്ഞാടി. ഒന്നാം ദിവസം തന്നെ ഇന്ത്യൻ സ്കോർ 310 കടന്നപ്പോൾ ശുഭ്മാൻ ഗിൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടും ഗില്ലിന്റെ ബാറ്റിംഗ് കൊടുങ്കാറ്റുപോലെ മുന്നോട്ട് നീങ്ങി. രണ്ടാം ദിവസം കളി ആരംഭിച്ചപ്പോൾ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് തകർത്ത് ഇരട്ട സെഞ്ചുറി നേടുമോയെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ. എല്ലാവരുടെയും പ്രതീക്ഷകളെ കടത്തിവെട്ടി 387 പന്തിൽ 269 റൺസാണ് ഗിൽ അടിച്ചുകൂട്ടിയത്. രവീന്ദ്ര ജഡേജയുമായി ചേർന്ന് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഗിൽ ഇന്ത്യൻ സ്കോർ 400 കടത്തി. ജഡേജ പുറത്തായതിനു പിന്നാലെ ക്രീസിലെത്തിയ വാഷിംഗ്ടൺ സുന്ദരിനൊപ്പം ചേർന്ന് ഗിൽ ഇംഗ്ലീഷ് ബൌളർമാരെ കണക്കിനു പ്രഹരിച്ചു. 21 ബൗണ്ടറികളും 2 സിക്സറുകളും സഹിതം ശുഭ്മാൻ ഗിൽ തന്റെ തകർപ്പൻ ഇരട്ട സെഞ്ചുറി പൂർത്തിയാക്കിയതോടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടു. നായകനെന്ന നിലയിൽ ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഏറ്റവും വലിയ ടെസ്റ്റ് ഇന്നിംഗ്സ് കളിക്കുന്ന താരമെന്ന റെക്കോർഡ് ഗിൽ സ്വന്തമാക്കി. മുഹമ്മദ് അസറുദ്ദീൻ 179, വിരാട് കോഹ്ലി 149, സച്ചിൻ ടെണ്ടുൽക്കർ 193 എന്നിങ്ങനെയുള്ള റെക്കോർഡുകളെല്ലാം ഈ യുവനായകൻ മറികടന്നു. ഗില്ലിന്റെ ഈ ഒറ്റയാൾ പോരാട്ടത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 587 റൺസിന് അവസാനിച്ചു. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. കൂറ്റൻ സ്കോർ പിന്തുടർന്ന ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് തുടക്കത്തിൽ തന്നെ പതറി. ആകാശ് ദീപിന്റെയും മുഹമ്മദ് സിരാജിന്റെയും തകർപ്പൻ ബൌളിംഗിൽ ഇംഗ്ലണ്ടിന്റെ ടോപ്പ് ഓർഡർ തകർന്നു. ഓപ്പണർമാരായ ബെൻ ഡക്കറ്റ്, സാക് ക്രാളി എന്നിവർക്കൊപ്പം ഒലി പോപ്പിന്റെ വിക്കറ്റും ഇന്ത്യക്ക് ലഭിച്ചു. നിലവിൽ 3 വിക്കറ്റിന് 100 റൺസിനടുത്തത് മാത്രമാണ് ഇംഗ്ലണ്ട് എത്തിയിട്ടുള്ളത്. ജോ റൂട്ടും ഹാരി ബ്രൂക്കും ക്രീസിലുണ്ടെങ്കിലും ഇംഗ്ലണ്ട് ഇപ്പോഴും ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനേക്കാൾ 500 റൺസിനടുത്ത് പിന്നിലാണ്. ഇവിടെ ആരാണ് യഥാർത്ഥ വിജയികൾ? ശുഭ്മാൻ ഗില്ലിന്റെ ഈ പ്രകടനം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുമോ? ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇനി എന്തൊക്കെ അട്ടിമറികൾ കാണാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.